ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം, ഇടയ്ക്ക് ചെറുപെറാന്ന് പെയ്യുന്ന മഴ, നല്ലപോലെ പൂത്ത് സുഗന്ധം നിന്ന എൻ്റെ ചെമ്പകപ്പൂക്കളൊക്കെ മഴത്തുള്ളി തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. കൈയെത്താ ദൂരത്ത് പൂത്തതൊന്നും നമുക്ക് പറിച്ചെടുക്കാനാവാതെ ഇതുപോലെ മുകളിലോട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഒരു കുഞ്ഞു കാറ്റ് വീശിയാൽ മതി, ഇതിൻ്റെ സുഗന്ധം നമ്മുടെ റൂമിനുള്ളിലേക്കൊക്കെ അരിച്ചു കയറും. മഴ കൊള്ളാത്ത ഭാഗത്ത് സേഫായിട്ടാണ് നമ്മൾ ആന്തൂറിയം ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മഞ്ഞയും ചുവപ്പും വയലറ്റും വൈറ്റും ഒക്കെ ആയിട്ട് പലതരം കളറുകൾ. ഇവരെ ഇതുപോലെ നിരനിരയായി സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ്. വയലറ്റ് കളറിന് പ്രത്യേകിച്ചൊരു ഭംഗി കൂടുതലുമാണ്. ഇതിൻ്റെ ലീഫുകളും കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. അതുപോലെ തന്നെ റൗണ്ട് ഫ്ലവറായിട്ടാണ് യെല്ലോയുടെ രൂപം. റെഡ് കുഞ്ഞു പൂക്കളായിട്ടാണ്, നല്ല കടുത്ത റെഡ് കളറാണ്. ചോക്ലേറ്റ് കളറ് 2-3 വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കുഞ്ഞു ഇലകളും കുഞ്ഞു പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു വയലറ്റ് കളറാണിത്. ആന്തൂറിയത്തിൻ്റെ വിശേഷം ഇങ്ങനെ നമ്മൾ പറഞ്ഞാലൊന്നും തീരാത്തതാണ്. അത്രയും മനോഹരമാണ് ഈ ചെടികൾ. ഇതിൻ്റെ പൂവുകൾ കുറേ ദിവസം, 2 മാസത്തിലധികം ഈ ചെടിയിൽ നിൽക്കുകയും ചെയ്യും. എന്തായാലും ചൂടുകാലം പോയി മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു ആശ്വാസം തന്നെയാണ്. പുറം ഭാഗത്തുള്ള തേരാപ്പാര നടത്തം കഴിഞ്ഞ് ഇനി കിച്ചണിലേക്ക് ചോറും കറിയും മീനും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാൻ ബാക്കി കിടക്കുകയാണ്. ആദ്യം നമ്മൾ കോവക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി, കറിവേപ്പ്, കടുക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും ചെറിയുള്ളി ഒന്ന് വഴന്ന് കിട്ടുവോളം നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകും ഉപ്പും ഇതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു ആവിയിൽ അങ്ങ് കിടന്ന് വെന്തോളും. അത് നല്ലപോലെ അടച്ച് വെച്ച് ഇനി സാവധാനം ചെറിയ തീയിൽ വേവണം. ആ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മളെ മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചതും, ഉലുവാപ്പൊടി, വലിയ ജീരകം, ഇങ്ങനെയൊക്കെയുള്ള പൊടികളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ മസാല തയ്യാറാക്കിയിട്ടുള്ളത്. മസാലയിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ വാരിയിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. പൊരിക്കാനുള്ള നല്ല കഷ്ണങ്ങളൊക്കെ തിരഞ്ഞു മാറ്റി നമ്മൾ കുറച്ച് തലയുടെ ഭാഗമൊക്കെ വെച്ചിട്ട് മുളക് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ മീൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തലയൊക്കെ ഞാൻ ഇതുപോലെ മുളകിട്ട കറി ഉണ്ടാക്കും. നല്ല മഴക്കാലമല്ലേ, അപ്പോൾ നമ്മൾ ഉലുവയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മുളക് കറി ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മുളകിടുന്നതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ചെറിയ ഉള്ളി അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കുക്കിംഗ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും ആ കുക്കിംഗ് ആസ്വദിക്കുക അല്ലേ.
തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ അത്ര കുക്കിങ്ങിന് ഇൻട്രസ്റ്റ് എടുക്കാറില്ല. അപ്പോൾ തൽക്കാലം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യമൊക്കെയാണ് ചെയ്യുക കേട്ടോ. പാക്കിംഗ് ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയോ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമ്മളെ കിച്ചണിൽ നിന്ന് ഒഴിവാവും. കുറച്ച് ദിവസം മുമ്പ് ഒരാളെന്നോട് വാട്സപ്പിൽ വന്നിട്ട്, ബിസിനസ്സിൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ച്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ചെടിയുടെ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് മാനേജ് ചെയ്യൽ വലിയൊരു റിസ്ക് തന്നെയാണ്. നമ്മളെ ഈ ഒരു വീടിൻ്റെ ക്ലീനിങ്ങും കുട്ടികളെ സ്കൂളിലയക്കലും കാര്യങ്ങളും ഒക്കെ. എന്നാലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. പിന്നെ ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്ന് വെച്ചാൽ, യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളെ വീടിൻ്റെയും ഗാർഡൻ്റെയും ഒക്കെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത സമയത്ത് അതെൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് പേര് ചോദിച്ച് ചെടി അയച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അന്ന് കൊറിയർ എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ജസ്റ്റ് കൊറിയർ അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ അതിൽ സക്സസ് ആയി എന്നറിഞ്ഞ് പിന്നെ ഞാൻ ഓർഡർ എടുക്കാൻ തുടങ്ങിയത്. അൽഹംദുലില്ലാ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ആ ഒരു ബിസിനസ്സിൽ ബിസി ആയിക്കൊണ്ട് എന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് പോലും വെറുതെ കളയാനില്ല. കാരണം വീട്ടിലെ ജോലി, അതിനിടയിൽ വീഡിയോ ചെയ്യുക, അതിനിടയിൽ ഓർഡർ എടുക്കൽ, അത് പാക്ക് ചെയ്യൽ, അയക്കൽ, പിന്നെ പർച്ചേസിങ്ങിന് പോവൽ, അത് കഴിഞ്ഞ് 1.5 ഇടവിട്ടിട്ട് മോനക്ക് ഡയാലിസിസ് ആണ് മൂത്ത കുട്ടിക്ക്. അപ്പോൾ അവനെയും കൊണ്ട് ഡയാലിസിസ് സെൻറ്ററിൽ പോവൽ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഒരു മിനിറ്റ് നമ്മൾ വെറുതെ കളയാനില്ലാത്ത ഒരു ലൈഫാണ് എനിക്കുള്ളത്. അൽഹംദുലില്ലാ അതിൽ സങ്കടമൊന്നുമില്ല, സന്തോഷിക്കണേ ഉള്ളൂ. കാരണം നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളറിയാതെയും നമുക്ക് പാരയായിട്ടും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാനോരോ ടാസ്ക്കായിട്ട് ഏറ്റെടുത്ത്, ശരിക്കും ഒരു ടാസ്ക്കായിട്ട് തന്നെ ഏറ്റെടുത്ത് അതിൽ നിന്നൊക്കെ ഞാൻ ക്ഷമയോടെ വിജയം കണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏതൊരാൾക്കും പറ്റും, പക്ഷേ ധൃതി പിടിച്ചിട്ടും ക്ഷമയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മളെ കാണുന്നവർക്ക്, ശരിക്കും നമ്മളെ അറിയാത്തവർക്ക് അറിയില്ല നമ്മളെന്താണ്, നമ്മളെ പേഴ്സണാലിറ്റി എന്താണ്, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊന്നും അവർക്കറിയില്ല. നല്ലവണ്ണം അധ്വാനിക്കണം. ഏതൊരു ജോബിൻ്റെ പുറകിലും നല്ലവണ്ണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കുമ്പോഴാണ് അത് നമുക്ക് സക്സസ് ആവുള്ളൂ. അങ്ങനെ സക്സസ് ആയൊരു ബിസിനസ്സാണ് നമ്മളെ പ്ലാന്റ് ബിസിനസ്. അൽഹംദുലില്ലാ വാങ്ങുന്നവർ തന്നെ പിന്നെയും വാങ്ങിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് വിജയിക്കണം എന്ന് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതാരെ എത്ര നമ്മളെ തളർത്തിയാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതിൽ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്തും നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെടികളോടൊപ്പം തന്നെ നമ്മൾ ദന്തപ്പാല ഓയിൽ, അതിൻ്റെ സോപ്പ്, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ സോപ്പ്, വെജിറ്റബിൾ സോപ്പ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇൻഷാ അല്ലാ വലിയ ഉയരങ്ങളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സംരംഭമായിട്ട് തന്നെ ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ സമയമെടുക്കും, കാരണം നമുക്ക് ചെടികൾ മാനേജ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ ചെടികളുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ആന്തൂറിയം ചെടികളും അഗ്ലോണിമ ചെടികളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ആന്തൂറിയം ചെടികളാണ്. അപ്പോൾ നല്ല ഒരു ഫ്ലവറിങ് ഗാർഡൻ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കാറ്റലോഗ് അയച്ചു തരാം. ഓൺലൈനായിട്ട് DTDC കൊറിയർ വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ നമ്മൾ ചെടികൾ അവരുടെ വീട്ടിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ദന്തപ്പാല ഓയിലോ സോപ്പൊക്കെ ആവശ്യമുള്ളവർ അതിനും നമ്മുടെ ഈ ഒരു വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്വന്തം കഴിവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറേ റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് വിജയത്തിലെത്താൻ കഴിയുള്ളൂ, അത് മനസ്സിലാക്കുക. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പെട്ടെന്ന് എല്ലാത്തിലും വലിയ ആളായി കാശുകാരെ ആവാന്നുള്ള മോഹമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ക്ഷമയോടുകൂടി ആലോചിച്ച് അതിനുള്ള വിപണി കണ്ടെത്തി അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് പോവുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.